അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ മൻ ലാ നബിയ്യല്ലദീന ഇസ്തഫാ അമ്മാ ബഅദ് അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ വതുഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ തീരത്ത് എന്ന വിഷയത്തിൽ എന്ന പ്രധാനപ്പെട്ട ഒരു തലവാചകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ഒടുവിലത്തെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അന്ത്യനിമിഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാക്കിയ വേർപാടിൻ്റെ ആഘാതം, അതിൻ്റെ പ്രയാസങ്ങൾ, കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്ന പ്രാർത്ഥനകൾ, കാര്യങ്ങളൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരിക്കുന്നതിൻ്റെ 2 വർഷം മുമ്പ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് മതവിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിൽ പ്രമാണത്തെ പിന്തുണച്ചുകൊണ്ട് ഇത്തരം തെറ്റിദ്ധാരണകൾക്കെതിരെ മതരംഗത്ത് പുരോഹിതന്മാരുണ്ടാക്കുന്ന പ്രതിബന്ധങ്ങൾ, പ്രയാസങ്ങൾക്കെതിരെ പ്രമാണം ഉപയോഗിച്ച് മറുപടി പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം ധാരാളം തവണ ജയിലിൽ പോയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. മരിക്കുന്നതിൻ്റെ 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജയിലിലായിരുന്നു, ദമാസ്കസിലെ ജയിലിലായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഷെയ്ഖിൻ്റെ കൂടെയുണ്ടായിരുന്നത് സഹോദരൻ സൈനുദ്ദീൻ ആ ഒരു അവസ്ഥ വിശദീകരിക്കുന്നുണ്ട്. കാരാഗൃഹത്തിലായിരുന്ന ആ സമയത്തും ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് വായനയും എഴുത്തും വിജ്ഞാനം പകർന്നു കൊടുക്കലുമായിട്ടൊക്കെ അത്തരം പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ജയിലിലടച്ചിട്ടും അദ്ദേഹം മതവിഷയങ്ങളിൽ ഫത്വകൾ നൽകുകയും ആളുകളിലേക്ക് അറിവെത്തിക്കുകയും അത് ഗ്രന്ഥങ്ങൾ എഴുതുകയും അത് ജനങ്ങളിലേക്ക് പുറം ലോകത്തേക്ക് എത്തിക്കുകയൊക്കെ ചെയ്ത ആ പ്രവൃത്തിയിൽ ചില ആളുകൾക്ക് ഭയങ്കരമായി കോപമുണ്ടായി. ജയിലിൻ്റെ അധികൃതരായ ആളുകൾക്ക് അതിൽ അരിശം പൂണ്ടു എന്ന് കാണാൻ കഴിയും. അപ്പോൾ ആ ജയിലിൻ്റെ ആളുകളും അതുപോലെ തന്നെ ആ നാട്ടിലുണ്ടായിരുന്ന ഭരണാധികാരികളും അദ്ദേഹത്തിൻ്റെ പേനയും കടലാസും ഗ്രന്ഥങ്ങളും എല്ലാം അവിടെ നിന്നും എടുത്തു മാറ്റി. ഈ നടപടിയിൽ സ്വാഭാവികമായിട്ടും ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മനസ്സ് വളരെയധികം വേദനിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ ഷെയ്ഖ് രോഗബാധിതനാവാൻ തന്നെ കാരണം ഇതായിരിക്കാം. കാരണം പേനകളും എല്ലാം എടുത്തുകൊണ്ടുപോയപ്പോൾ അറിവ് നേടാനുള്ള മാർഗ്ഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തടഞ്ഞപ്പോൾ അത് ആലോചിച്ച് വിഷമം അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ 2 വർഷത്തോളമാണ് അദ്ദേഹം ദമാസ്കസിലെ ജയിലിൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി കഴിച്ചുകൂട്ടിയത്. ഈ 2 വർഷത്തിനിടക്ക് തന്നെ ഷെയ്ഖ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏകദേശം 82, അതായത് 80 തവണ, 80 ആണെന്നും 82, 83 എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും 80 തവണ അദ്ദേഹം ഖുർആൻ പാരായണം മുഴുവനായും ഖുർആൻ എഴുതി തീർത്തു എന്നുള്ളതാണ്. മുസ്ഹഫൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. കാരണം ജയിലിൽ നിന്ന് അതെല്ലാം എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെയും അദ്ദേഹം സ്വന്തം ഓർമ്മയിൽ നിന്ന് 80ഓളം തവണ ഈ 2 വർഷത്തിനിടക്ക് ഓതി തീർത്തു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഖുർആനുമായിട്ടുള്ള ഷെയ്ഖിൻ്റെ ആ ആത്മബന്ധം എത്രത്തോളം രൂഢമൂലമായിരുന്നു എന്നറിയാൻ നമുക്ക് ഈ ഒരു ചരിത്ര സംഭവം മാത്രം മതി. ഒരിക്കൽ ഷെയ്ഖ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഖമറിലെ നിശ്ചയം ഭക്തരായ ആളുകൾ, തഖ്വയുള്ളവരായ ആളുകൾ, അവർ പൂങ്കാവനങ്ങളിലും അരുവികളിലുമാണ് എന്ന ആ ഒരു ഭാഗമെത്തിയപ്പോൾ, ആ ഒരു പ്രയോഗമെത്തിയപ്പോൾ, അതായത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖമറിലെ 54-ാമത്തെ അധ്യായം സൂറത്തുൽ ഖമറിലെ 54, 55 വചനങ്ങൾ തന്നെയാണ്. അല്ലാഹു തആല അവിടെ പറയുന്നുണ്ട്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. തീർച്ചയായും തഖ്വ പാലിക്കുന്നവരായ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ പക്കൽ അവിടെ സ്വർഗത്തിൽ ഉദ്യാനങ്ങളിലും അരുവികളിലുമായിരിക്കും, സത്യത്തിൻ്റെ ഇരിപ്പിടത്തിൽ ശക്തനായ രാജാവിൻ്റെ അടുക്കൽ. ഈ ആയത്തുകൾ അദ്ദേഹം ഓതിയിട്ട് അവിടെ അങ്ങനെ ആ ഭാഗത്ത് ഓതി അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങളോട്, ജയിലിൽ കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങളോട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ ചർച്ച ഇങ്ങനെ പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഷെയ്ഖ് അന്ത്യശ്വാസം വലിക്കാൻ തുടങ്ങി.
ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ശാരീരികാവസ്ഥ മോശമാണ് എന്ന വാർത്ത ദമാസ്കസ് ഗവർണറുടെ ഭരണകൂടത്തിൻ്റെ അടുക്കലെത്തി. ഗവർണർ ഷെയ്ഖിനെ നേരിൽ കണ്ട് സന്ദർശിച്ചു. എന്നിട്ട് അല്പം വ്യസനത്തോടെ പ്രയാസത്തോടെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താങ്കൾ എനിക്കത് പുറത്തു തരണം. ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു, ഞാൻ സത്യത്തിലാണ് എന്നറിയാതെ എന്നോട് വിരോധം വെച്ച് പുലർത്തിയ എല്ലാവർക്കും മാപ്പ് നൽകിയിരിക്കുന്നു. എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച നാസിർ ചക്രവർത്തിക്കും ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. കാരണം അദ്ദേഹം അത് ചെയ്തത് മനഃപൂർവ്വമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്യക്തിപരമായി ആരോടും എനിക്ക് ദേഷ്യമില്ല, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും വിദ്വേഷം വെച്ച് പുലർത്തിയവനോടല്ലാതെ. നിങ്ങളത് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തോട് അക്രമം വെച്ച് പുലർത്തിയ ആളുകളോടൊന്നും അദ്ദേഹം പ്രതികാരം ചെയ്യുന്നില്ല. അള്ളാഹിൻ്റെ ദീനിനെതിരായവരോട്, ദീനിനോട് അക്രമം ചെയ്ത ആളുകളോട് എനിക്കും ദേഷ്യമുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ രോഗം മൂർജിച്ചത് കാരണം മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാകാൻ തുടങ്ങി. ഹിജ്റ 728 ദുൽഖാദ് മാസം 22 വിജ്ഞാനം കൊണ്ട് ലോകത്തെ കീഴടക്കിയ ആ മഹാപണ്ഡിത തേജസ് ഇഹലോകവാസം വെടിയുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. ഷെയ്ഖിൻ്റെ മരണവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ അമവി മസ്ജിദിലുണ്ടായിരുന്ന മുഅദ്ദിൻ അത് ജനങ്ങളെ അറിയിച്ചു. ജനങ്ങളെല്ലാം ഷെയ്ഖിൻ്റെ ജനാസ കാണാൻ വേണ്ടി ഒഴുകിയെത്തി. ഷെയ്ഖ് ബസ്സാർ റഹിമഹുള്ള പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മരണവിവരം ജനങ്ങൾ അറിഞ്ഞപ്പോൾ ജനാസ നിസ്കരിക്കാനായി എത്താൻ സാധിക്കുന്ന ദമസ്കസിലെ ഓരോ വ്യക്തിയും അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ദമസ്കസിലെ കടകമ്പോളങ്ങൾ മുഴുവൻ, അങ്ങാടികൾ മുഴുവൻ അടഞ്ഞു കിടന്നു. ക്രയവിക്രയങ്ങൾ മുഴുവൻ സ്തംഭിക്കുകയും ചെയ്തു. ഗവർണർമാർ, തലവന്മാർ, പണ്ഡിതന്മാർ, നിയമജ്ഞരായ ആളുകൾ തുടങ്ങിയവരെല്ലാം അവിടെ എത്തി. ജനങ്ങളിൽ ഭൂരിഭാഗവും അവിടെ സന്നിഹിതരായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ അറിവിൽ 3 ആളുകളാണ് അതിൽ നിന്ന് വിട്ടുനിന്നത്. അവരാകട്ടെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയോടുള്ള ശത്രുതയ്ക്ക് പേര് കേട്ട ആളുകളായിരുന്നു. ജീവനിൽ കൊതിയുള്ളത് കാരണം അവർ ജനങ്ങളിൽ നിന്നും അകന്നു നിന്നതാണ് എന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഈ ഷെയ്ഖ് ബസ്സാർ റഹിമഹുള്ള രേഖപ്പെടുത്തുന്നുണ്ട്. ആയുഷ്കാലം മുഴുവൻ ദീന് പഠിക്കാനും ഇബാദത്തുകൾ അനുഷ്ഠിക്കാനും പ്രബോധനം ചെയ്യാനും ജീവിതം മാറ്റിവെച്ച ഷെയ്ഖിൻ്റെ തിരുനെറ്റിയിൽ വന്നവരിൽ പലരും നിറകണ്ണുകളോടെ ചുംബിക്കാൻ തുടങ്ങി. മയ്യത്ത് കുളിപ്പിച്ച ശേഷം കോട്ടക്കുള്ളിൽ വെച്ച് നടന്ന ആദ്യ ജമാഅത്തിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ തമ്മാം നേതൃത്വം നൽകി. നിയന്ത്രിക്കാൻ സൈന്യങ്ങൾ പോലും പാടുപെടുമാറ് ആൾക്കൂട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയെത്തി. അത് കാരണം ഷെയ്ഖിൻ്റെ മയ്യത്ത് പള്ളിയിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെ വലിയ പ്രയാസമുണ്ടായി. ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, സച്ചരിതരായ ഇമാമുമാരുടെ ജനാസയുടെ അവസ്ഥ ഇപ്രകാരമായിരിക്കുമെന്ന്. ജനകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു. നാടും നഗരവും കണ്ണീരിലായിരുന്നു. ജനാസ സൂഖുൽ ഖൈലിലെത്തിയ സമയത്ത് ജനനത്തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു വന്നു. പല തവണകളിലായി നിസ്കാരം നടന്നു. ധാരാളം ആളുകൾ നിസ്കരിക്കാനുള്ളത് കാരണം അസർ ബാങ്കിന് തൊട്ട് മുമ്പായിട്ടാണ് മയ്യത്ത് ഖബറടക്കാൻ സാധിച്ചത്. 60,000 മുതൽ 1,00,000 വരെ ആളുകളാണ് ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തത് എന്ന അഭിപ്രായമുണ്ട്. എണ്ണത്തിൻ്റെ കാര്യത്തിൽ വേറെയും ചില അഭിപ്രായങ്ങളുണ്ട്. ജനാസ നിസ്കാരത്തിന് വന്നവരുടെ എണ്ണം എത്രയാണ് എന്ന് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് ഷെയ്ഖിൻ്റെ ശിഷ്യൻ കൂടിയായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ബിദായത്തു വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അഭിപ്രായപ്പെട്ടത്. ദമാസ്കസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പേര് പങ്കെടുത്ത മറ്റൊരു ജനാസ നിസ്കാരവും ഉണ്ടായിട്ടില്ല എന്നാണ് ആ ജനാസയിൽ പങ്കെടുത്ത സാക്ഷികളായ ആളുകൾ പറഞ്ഞത്. മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളിലും മയ്യത്തിൻ്റെ അഭാവത്തിൽ നിസ്കാരങ്ങൾ നടന്നു എന്ന് ചരിത്രകാരനായ ഇബ്നു റജബ് അദ്ദേഹത്തിൻ്റെ തൊബക്കാത്തുൽ ഹനാബില എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുള്ള ഈ ഇഹലോകവാസം വെടിയുന്ന സാഹചര്യത്തിൽ മുറിഞ്ഞു പോകാത്ത ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒട്ടനവധി സൽക്കർമ്മങ്ങൾ ഈ ഭൂമി ലോകത്ത് ചെയ്തു വച്ചിട്ടാണ് യാത്രയായത്. ഇങ്ങനെ ഒരു പണ്ഡിതൻ ഇനി ഉണ്ടാകുമോ എന്ന് പോലും നാം ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. വിജ്ഞാനത്തെ സ്നേഹിക്കുന്നവർക്കും അത് സമ്പാദിക്കുന്നവർക്കും ഷെയ്ഖിൻ്റെ ജീവിതം എപ്പോഴും എങ്ങനെയും ഒരു മാതൃകയാണ്. അറിവന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾ ആ ജീവിതത്തെ വായിച്ചറിയാൻ, കേൾക്കാൻ, പഠിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചെറിയ രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇത്രയും എപ്പിസോഡുകളിലൂടെ നമ്മൾ പറഞ്ഞു പോയത്.
ആ തുളുമ്പുന്ന ആ വിജ്ഞാനം കീഴടക്കിയ പണ്ഡിതൻ്റെ ചരിത്രം നമ്മൾ ചെറിയ രൂപത്തിൽ ഇത്തരം എപ്പിസോഡുകളിലൂടെ വിശദീകരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇത് നമുക്ക് പ്രചോദനമാകണം. ജീവിതത്തിൽ അറിവന്വേഷിക്കാനും അറിവ് പകർന്നു നൽകാനും ജനങ്ങളിലേക്ക് ധാരാളം വൈജ്ഞാനിക മേഖലകൾ കീഴടക്കാനും അങ്ങനെ നവോത്ഥാനം സൃഷ്ടിക്കാനും നമുക്ക് പ്രചോദനമാകണം എന്ന സദുദ്ദേശത്തോടു കൂടിയിട്ടാണ്. അല്ലാഹു തആല ഈ ഒരു ഉദ്യമം, ഈ ഒരു സൽക്കർമ്മം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിലേക്ക് ഇതുകൂടി ഇത് എത്തിച്ചു കൊടുക്കണം. ഒരു നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ ആ നന്മ പ്രാവർത്തികമാക്കിയവൻ്റെ അതേ പ്രതിഫലം തന്നെ എത്തിച്ചു കൊടുത്തവനുമുണ്ട് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഒക്കെ ഉണ്ടല്ലോ ആ മേഖലയിൽ. അപ്പോൾ നമ്മൾ നന്മ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഈ ക്ലാസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇതൊരു പഠന സെഷൻ രൂപത്തിൽ, ഇതൊരു നമുക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. എന്നിട്ട് ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം വരുന്നൊരു സൽക്കർമ്മമായി അല്ലാഹു തആല ഇതിനെ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിജ്ഞാനം കൊണ്ട് ലോകം കീഴടക്കാൻ, വിജ്ഞാനം കൊണ്ട് നാട്ടിൽ അധാർമികതകൾക്കെതിരെ പോരാടാൻ, നവോത്ഥാനം സൃഷ്ടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുകയും ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഉണ്ടായി വരട്ടെ. അള്ളാഹിൻ്റെ ദീനിനെ സംരക്ഷിക്കുന്ന, അള്ളാഹിൻ്റെ ദീനിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഇഖ്ലാസുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈ ഒരു സൽക്കർമ്മം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ഉത്തമമായ പ്രതിഫലം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും നൽകണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.